നമസ്കാരം, ഹരീഷാണ്. പെരുമ്പാവൂർ നഗരസഭയുടെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വന്നാണ് കേട്ടോ. നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വന്നാണ്. ഇപ്പോൾ കൊച്ചിന് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി വന്നാണ്. 15 വയസ്സിലെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി വന്നാണ്. പെരുമ്പാവൂർ നഗരത്തിലെ വിവിധ വാർഡുകളിലെ ജനങ്ങൾക്ക് പ്രാഥമിക ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം. അതുമാത്രമല്ല, വയോജനങ്ങൾക്കുള്ള ചികിത്സ, അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിനൊക്കെ വേണ്ടിയിട്ട് നഗരസഭ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇങ്ങനെയുള്ള വാക്സിനേഷൻ കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകമായിട്ടൊരു ദിവസം അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വാക്സിനേഷൻ കൊടുക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ ചെന്നത്. ആദ്യം താലൂക്ക് ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ മറ്റൊരു ദിവസമാണ് അതിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നെങ്കിലും താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരൊക്കെ എത്തി. അപ്പോൾ ഞങ്ങൾ വാക്സിനേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. അപ്പോൾ കൊച്ചിൻ്റെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 5ാമത്തെ നമ്പറാണ്. ഇപ്പോൾ അവർ വിളിക്കും. അങ്ങനെ അവർ വിളിച്ചതനുസരിച്ച് കൊച്ചിനെ ക്യൂവിലേക്ക് നിർത്തി. അങ്ങനെ പതുക്കെ ഡോക്ടറെ കണ്ട് അങ്ങനെ കൊച്ചിൻ്റെ വെയിറ്റ് നോക്കി അഡ്രസ്സൊക്കെ എഴുതി മേടിച്ചു. അതിനുശേഷം ഡോക്ടർ അതിന് ചീട്ട് എഴുതി തന്നു. അങ്ങനെ ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ എടുക്കണതിൻ്റെ വീഡിയോ എടുക്കണത് അനുവദനീയമല്ലാത്തതുകൊണ്ട് എടുത്തില്ല കേട്ടോ. ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നേക്കാണ്ട. അപ്പോൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തെടുത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നഗരസഭയുടെ ഏറ്റവും നല്ലൊരു പ്രവർത്തനങ്ങളിൽ ഒന്നാണിത്. കാരണം എന്താ വെച്ചാൽ താലൂക്ക് ആശുപത്രിയിൽ പോയി ക്യൂ നിന്ന് ചീട്ടെടുത്ത് ഡോക്ടറെ കണ്ടൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം വളരെ ഈസി ആയിട്ട് ഇവിടെ വന്ന ആളുകൾക്ക് ചെയ്തു പോകാൻ കഴിയുന്നു. അപ്പോൾ ഇത് നഗരസഭ ചെയ്ത ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു, പോയിക്കളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.